കേരളത്തിലെ സർക്കാർ രൂപീകരണ ചർച്ചകൾ അതിന് മുൻപായി മുഖ്യമന്ത്രി ആര് എന്ന് തീരുമാനിക്കണം. കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി ലീഡറെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഹൈക്കമാൻഡ് നിരീക്ഷകർ ഉടൻ തലസ്ഥാനത്തെത്തും. ഇന്ന് തന്നെ ഒരുപക്ഷെ എത്തിയേക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം. 63 കോൺഗ്രസ് MLA-മാരെയും നിരീക്ഷകർ നേരിൽ കാണും. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെ പിന്തുണയ്ക്കുന്നു എന്ന അഭിപ്രായം തേടും. തുടർന്ന് ഘടകകക്ഷി നേതാക്കളുമായി സംസാരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനു മുൻപ് മുതിർന്ന നേതാക്കൾ AK ആന്റണി അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം തേടും എന്നുള്ള വിവരം കൂടി ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. ഇതിനിടയിൽ മുഖ്യമന്ത്രി ചർച്ചകളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന അല്ലെങ്കിൽ സജീവമായി തന്നെ ക്ലെയിം ഉന്നയിക്കുന്ന രമേശ് ചെന്നിത്തല ഇന്നിപ്പോൾ ഡൽഹിയിലാണ്. കോൺഗ്രസ് അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവരുമായി ചെന്നിത്തല കൂടിക്കാഴ്ച നടത്തും എന്നുള്ള വിവരം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരും. ഡാന്, മനസ്സിലാക്കേണ്ടത് 3 പേരും പുറകോട്ടില്ല. VD സതീശനും രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും പുറകോട്ടില്ല. 3 പേർക്കും താല്പര്യമുണ്ട് മുഖ്യമന്ത്രി പദത്തിലെത്തുക. പക്ഷേ സതീശൻ എന്ന ഒറ്റപ്പേരിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാകും ഒരുപക്ഷെ ഭൂരിഭാഗം കോൺഗ്രസ് പ്രവർത്തകരുടെയും അണികളുടെയും ഒക്കെ ആഗ്രഹം. സതീശൻ്റെ നേതൃത്വത്തിലാണല്ലോ 5 വർഷവും ഫൈറ്റ് ചെയ്ത് ഈ ഒരു വലിയ വിജയം നേടിയത്. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? സാധാരണ നടപടിക്രമങ്ങൾ പോലെ തന്നെ ആയിരിക്കുമോ കാര്യങ്ങൾ, അതോ മറ്റെന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ടോ? UDF-ന്റെ മുന്നണി അല്ലെങ്കിൽ UDF-ന്റെ സർക്കാർ രൂപീകരണത്തിന് മുന്നോടിയായി കോൺഗ്രസിൽ നിന്ന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെ ഉയർത്തിക്കാണിക്കണം എന്ന് MLA-മാരുടെ പിന്തുണ ആർക്കൊപ്പമാണ് എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയാണ് ഹൈക്കമാൻഡിന്റെ 2 അംഗ നിരീക്ഷക സംഘം കേരളത്തിലേക്ക് എത്തുന്നത്. അവർ എന്നാണ് എത്തുന്നത് എന്ന് കൃത്യമായി MLA-മാരെ അറിയിച്ചതിന് ശേഷമായിരിക്കും കോൺഗ്രസിന്റെ ലെജിസ്ലേറ്റീവ് പാർട്ടി അല്ലെങ്കിൽ CLP മീറ്റിംഗ് ചേരുക. ആ മീറ്റിംഗ് ചേരുന്നതിനോടനുബന്ധിച്ചാണ് ഈ 63 MLA-മാരെയും ഓരോരുത്തരെയായി നേരിൽ കണ്ട് അവരാരെ പിന്തുണയ്ക്കുന്നു എന്ന കാര്യം കൃത്യമായി തന്നെ ഈ നിരീക്ഷക സംഘം അതിലൊരു വ്യക്തത വരുത്തും. അതിനുശേഷം ഈ MLA-മാരുടെ പിന്തുണ ആർക്കൊക്കെയാണ് ലഭിച്ചിരിക്കുന്നത് എന്ന കാര്യം ഹൈക്കമാൻഡിനെ അറിയിക്കും. തുടർന്ന് ഈ കാര്യങ്ങൾ CLP മീറ്റിംഗിലും ചർച്ചയാകും. പിന്നീടാണ് സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കുക. നമുക്ക് എടുത്തു പറയേണ്ടുന്ന കാര്യം, ഈ തവണത്തെ തെരഞ്ഞെടുപ്പിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് VD സതീശനായിരുന്നു 5 വർഷം UDF-നെ നയിച്ചതെങ്കിലും അവസാന വർഷങ്ങളിൽ പ്രത്യേകിച്ച് AICC-യുടെ കൃത്യമായൊരു സാന്നിധ്യം കഴിഞ്ഞ 1 വർഷമായി കേരളത്തിലുണ്ട്. ഒരു താര പ്രചാരക നിരയുണ്ടായിരുന്നു. അതോടൊപ്പം ഇലക്ഷൻ ഒബ്സർവേഴ്സായി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളടക്കം കേരളത്തിൽ തമ്പടിച്ച് ക്യാമ്പ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു AICC-യുടെ കൃത്യമായ നിരീക്ഷണത്തിലാണ്, അവരുടെ ഇടപെടലിലാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ KC വേണുഗോപാലിന്റെ പേര് കൂടി വീണ്ടും സജീവമായി ചർച്ചകളിൽ നിറയുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹം പിന്നോട്ടില്ല എന്ന് KC പക്ഷം അങ്ങനെ ഒരു നിലപാടെടുക്കുന്നതിന്റെ കാരണം അത് തന്നെയാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, പരമ്പരാഗതമായി രമേശ് ചെന്നിത്തലയും VD സതീശനും ഹരിപ്പാട്ടും പരവൂരും യഥാക്രമം മത്സരം ജയിച്ചവരാണ്. പക്ഷെ KCക്ക് മുന്നിലുള്ള ഒരു പ്രധാന കടമ്പ 6 മാസത്തിനുള്ളിൽ നിയമസഭയിലേക്ക് എത്തണമെന്നുള്ളതാണല്ലോ. അത് ഇനിയൊരു തെരഞ്ഞെടുപ്പിലേക്ക് കൂടി പോവുക എന്നുള്ളത് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ആശാസ്യമാണ്? അത് ഹൈക്കമാൻഡ് സമ്മതിക്കുമോ? കോൺഗ്രസ് നേതാക്കൾ അത്തരത്തിലൊരു കാര്യത്തിലേക്ക് എത്തുമോ? അങ്ങനെയെങ്കിൽ എവിടെ മത്സരിപ്പിച്ച് ജയിക്കും? അങ്ങനെ ഒരു കടമ്പ കൂടി കടന്നാൽ മാത്രമാണ് KCക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താൻ പറ്റുക, അല്ലേ? ഒരു തെരഞ്ഞെടുപ്പല്ല രഞ്ജിത്ത്, 2 ഉപതെരഞ്ഞെടുപ്പുകൾ അതോടൊപ്പം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം രാജിവെക്കേണ്ടിയും വരും. അതാണ് ഒരു സാഹചര്യം. അതിനപ്പുറം അദ്ദേഹത്തിന് ആലപ്പുഴയിലെ ലോക്സഭാ MP സ്ഥാനം രാജിവെക്കേണ്ടി വരും. മാത്രമല്ല അദ്ദേഹം 6 മാസത്തിനകത്ത് മറ്റേതെങ്കിലും ഒരു കോൺഗ്രസ് MLA ഒരുപക്ഷെ അത് ഇരിക്കൂറിൽ നിന്നാകാം എന്ന തരത്തിലുള്ള സൂചനകളൊക്കെ KC ക്യാമ്പിൽ നിന്ന് നേരത്തെ പുറത്തു വരുന്നുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ അദ്ദേഹം ഏതെങ്കിലും ഒരു നിയമസഭാ മണ്ഡലത്തിൽ അവിടുത്തെ കോൺഗ്രസ് MLA രാജിവെപ്പിച്ച് അദ്ദേഹം പകരം അവിടെ മത്സരിക്കുന്ന ഒരു സ്ഥിതിയാകും. അങ്ങനെ 2 തെരഞ്ഞെടുപ്പുകളിലേക്ക് പോകുന്ന ഒരു സങ്കീർണമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമോ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം എന്നതിലാണ് ഒരു സന്ദേഹം നിലനിൽക്കുന്നത്. കാരണം MP-മാരും മത്സരിക്കേണ്ട, അതൊരു തെറ്റായ സന്ദേശം നൽകുമെന്ന വിലയിരുത്തലിൽ ഒരുപാട് എതിർപ്പുകൾക്കും പ്രതിഷേധങ്ങൾക്കും ഇടയിൽ MP-മാർക്ക് മത്സരിക്കാനുള്ള സാഹചര്യം തന്നെ ഇല്ലാതായത് ഈ ഒരു വിലയിരുത്തലാണ്. അപ്പോൾ സംസ്ഥാനത്ത് നിന്ന് തന്നെ ജയിച്ച മുതിർന്ന നേതാക്കൾ സംസ്ഥാനത്ത് ഉള്ളപ്പോൾ അതിനെ മറികടന്നുകൊണ്ട് KC വേണുഗോപാൽ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് നേരിട്ടിറങ്ങുമോ എന്നതൊരു ആകാംക്ഷ ഉണർത്തുന്ന ചോദ്യമാണ്. അങ്ങനെ KC വേണുഗോപാലിനെ ഹൈക്കമാൻഡിനെ അനുനയിപ്പിക്കാൻ കഴിഞ്ഞാൽ,
അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി അദ്ദേഹത്തോട് ഡൽഹിയിൽ തന്നെ തുടരണം, തനിക്കൊപ്പം 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വീണ്ടും വരികയാണ്, അതിന് മുന്നോടിയായി മറ്റ് സംസ്ഥാനങ്ങളിൽ ചില സംസ്ഥാനങ്ങളിൽ കൂടി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട്, അങ്ങനെ ഒരുക്കങ്ങൾ ഒരുപാട് നടത്തേണ്ടതുണ്ട് എന്ന നിലപാടിൽ രാഹുൽ ഗാന്ധി KC വേണുഗോപാലിനെ ഡൽഹിയിൽ തന്നെ ഹോൾഡ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നതെങ്കിൽ പിന്നെ നിർണായകമായി മാറുക KC വേണുഗോപാലിന്റെയും അല്ലെങ്കിൽ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന മറ്റ് ഒരു വിഭാഗം MLA-മാരുണ്ട് ഈ പുതുതായി ജയിച്ചു വന്നേക്കുന്നവരിൽ, അവരുടെയും പിന്തുണ ആർക്കാകും എന്ന കാര്യമാണ്. അവിടെയാണ് ഒരു വലിയ പൊളിറ്റിക്കൽ ട്വിസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അവിടെ ആർക്കൊപ്പം ഈ KC പക്ഷം നിലയുറപ്പിക്കും എന്നതാകും മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിൽ നിർണായകമായി മാറുക. എന്തായാലും വലിയ തരത്തിൽ ഡൽഹി യാത്ര രമേശൻ ഡൽഹിയിലുണ്ട്, അവിടെ നേതാക്കളെ കാണുന്നുണ്ട്. അതിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ടല്ലോ. ഈ കേരളത്തിൽ നടക്കുന്ന മുഖ്യമന്ത്രി ചർച്ചകളിൽ തനിക്ക് സീനിയോറിറ്റി ഉണ്ട് എന്നുള്ള ക്ലെയിം രമേശ് ചെന്നിത്തല പരസ്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. താനാണ് സീനിയർ. ഇപ്പോൾ 2011 സാഹചര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അന്ന് ഉമ്മൻചാണ്ടിയെ മുഖ്യമന്ത്രിയാക്കാൻ കാരണം ഉമ്മൻചാണ്ടിയുടെ സീനിയോറിറ്റിയാണ്. അന്നും തന്നെ ക്ലെയിം ഉണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവായി വന്നപ്പോൾ MLA-മാരുടെ പിന്തുണ എനിക്ക് കൂടുതലുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് പദവി കിട്ടിയില്ല. അങ്ങനെയുള്ള ക്ലെയിം രമേശ് ചെന്നിത്തല മുന്നോട്ട് വെക്കുന്ന ഒരു പശ്ചാത്തലം, അത് അവരെ ബോധ്യപ്പെടുത്തുക എന്നൊരു കടമ്പ കൂടി രമേശ് ചെന്നിത്തലയുടെ മുന്നിലുണ്ട്. എത്രത്തോളം അത് ഹൈക്കമാൻഡ് ചെവിക്കൊള്ളും, സാധ്യതകൾ കൂടുതലായി തനിക്ക് ഉണ്ട് എന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണല്ലോ രമേശ് ചെന്നിത്തലയുടെ ഡൽഹി യാത്ര. അതായത് മഹാരാഷ്ട്രയിലെ ചില ചുമതലകൾ പ്രവർത്തക സമിതി അംഗം എന്ന നിലയിൽ രമേശ് ചെന്നിത്തലയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, പാർട്ടി തലത്തിൽ ഔദ്യോഗികമായ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഡൽഹി സന്ദർശനമെന്നാണ് രമേശ് ചെന്നിത്തലയുടെ ഓഫീസ് വ്യക്തമാക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രി ചർച്ച ഇങ്ങനെ പാർലമെന്റിൽ നിൽക്കുന്നതിനിടയിൽ രമേശ് ചെന്നിത്തല ഡൽഹിയിലേക്ക് എത്തുമ്പോൾ അതിന് ചില അർത്ഥതലങ്ങൾ കൂടി വരും. കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുമായും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായും പ്രിയങ്ക ഗാന്ധിയുമായൊക്കെ രമേശ് ചെന്നിത്തല ഒരുപക്ഷെ വീണ്ടും കൂടിക്കാഴ്ച നടത്തിയേക്കാം. അങ്ങനെയെങ്കിൽ ഗാന്ധി കുടുംബത്തിന്റെ പിന്തുണ ആർക്ക് എന്നത് ഈ വിഷയത്തിൽ നിർണായകമായി മാറും. അതിൽ ഏറ്റവും പ്രധാനമായി മാറാൻ പോകുന്നത് രാഹുൽ ഗാന്ധിയുടെയും അതോടൊപ്പം സോണിയാഗാന്ധിയുടെയും നിലപാട് തന്നെയാകും. രമേശ് ചെന്നിത്തലയുടെ ആത്മവിശ്വാസം സോണിയാഗാന്ധി അദ്ദേഹത്തിന് നേരത്തെ നൽകിയിട്ടുള്ള ചില ഉറപ്പുകളിലാണ്. ആ പ്രതീക്ഷയിലാണ് രമേശ് ചെന്നിത്തല ഈ സൈബർ ഇടങ്ങളിൽ ഒരു വശത്ത് വലിയ തരത്തിൽ പ്രചാരണം കുരുക്കുമ്പോഴും നിശബ്ദനായിരിക്കുന്നത്. ഗാന്ധി കുടുംബം തനിക്കൊപ്പം നിൽക്കും എന്നൊരു ആത്മവിശ്വാസത്തിലാണ്. എന്തായാലും ഒരു പ്രശ്നങ്ങളിലേക്കൊന്നും നയിക്കാതെ ഒരു ചരിത്ര വിജയമാണ് കോൺഗ്രസിനുണ്ടായിരിക്കുന്നത്. ഈ 2001 ശേഷം ഇങ്ങനെയൊരു തകർപ്പൻ ഭൂരിപക്ഷത്തിൽ UDF-ന് അധികാരത്തിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല. 25 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇങ്ങനെയൊരു 63 MLA-മാർ കോൺഗ്രസിൽ നിന്ന് മാത്രം ഉണ്ടാകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം പ്രവർത്തകർക്കിടയിൽ നിരാശ ഉളവാക്കുന്ന തരത്തിലേക്ക് കൊണ്ടുപോകാതെ അതിനെ നയപരമായി തന്നെ അതിലൊരു സെറ്റിൽമെന്റിലേക്ക് എത്തിക്കാനുള്ള നീക്കം കൃത്യമായി ഹൈക്കമാൻഡിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. അതുകൊണ്ട് അത്തരത്തിൽ ആ പ്രൊസീജിയർ എങ്ങനെയാണോ സുതാര്യമായി നേരത്തെ നടന്നിരുന്നത് സമാനമായ തരത്തിൽ തന്നെയാകും മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള ഇത്തവണത്തെയും നടപടിക്രമങ്ങൾ എന്നാണ് നേതാക്കൾ ആവർത്തിക്കുന്നത്. അവർ എടുത്തു പറയേണ്ട കാര്യം സൈബർ ഇടങ്ങളിൽ ഈ 3 നേതാക്കൾക്ക് വേണ്ടിയും അവരുടെ അനുയായികൾ അനുഭാവികളൊക്കെ വലിയ തരത്തിൽ പ്രചാരണം കൊഴുപ്പിക്കുകയാണ്. ഇന്നലെ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ കൊച്ചിയിൽ നൽകിയ സ്വീകരണം നമ്മൾ കണ്ടതാണ്. അങ്ങനെ രമേശ് ചെന്നിത്തലയ്ക്കും ജയിച്ചതിന് പിന്നാലെ KPCC ആസ്ഥാനത്തിന് മുന്നിലും ഹരിപ്പാടുമൊക്കെ സമാനമായ തരത്തിൽ സ്വീകരണം ഉണ്ടാകുന്നു. KC വേണുഗോപാലിനും സമാനമായ തരത്തിൽ വലിയ തരത്തിൽ നേതാക്കളുടെയും പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ട് സ്വീകരണം നൽകുന്ന കാഴ്ച, അദ്ദേഹത്തിന് വേണ്ടി ഫ്ലെക്സ് ബോർഡുകൾ സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിൽ ഉയരുന്ന കാഴ്ച ഇത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇതിനിടയിലാണ് ഈ ചർച്ചകൾക്ക് ചൂടുപിടിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഒരു കാര്യം ഉറപ്പാണ്, ദീപാദാസ് മുൻഷി അതായത് കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി അടക്കം വ്യക്തമാക്കുന്നത് സൈബർ ഇടങ്ങളിലെ പ്രചാരണങ്ങളല്ല മുഖ്യമന്ത്രി തീരുമാനിക്കുന്നത്. പാർട്ടിക്ക് അതിന്റെ ഒരു ചിട്ടവട്ടങ്ങളും കീഴ്വഴക്കവുമുണ്ട്. അതനുസരിച്ച് മാത്രമേ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരാളെ തെരഞ്ഞെടുക്കുകയുള്ളൂ. പക്ഷേ അതിലാർക്കും നിരാശരാകേണ്ടി വരില്ല എന്നുകൂടി അവർ പറഞ്ഞു വെക്കുന്നു. അത് കൃത്യമായി ഈ നടപടിക്രമങ്ങൾ വളരെ സുതാര്യമായി നടക്കും എന്ന് വ്യക്തത വരുത്തിക്കൊണ്ടാണ് AICC നേതൃത്വമടക്കം നിരീക്ഷകരെ കേരളത്തിലേക്ക് അയക്കുന്നത്. ഡാൻ ഗുരിനാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇന്നോ നാളെയോ അറിയാം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആര് എന്നുള്ളത്. തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് MLA-മാർ എത്തുകയാണ്. ഇനി ഓരോ സമയവും നിർണായകമാണ്, സംശയമില്ല 3 നേതാക്കന്മാർക്കും.